ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നൊരു മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ലെഗ് പീസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഒരു 5-6 എടുത്ത് നല്ല കഴുകി നല്ല വരട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് അതിലേക്കുള്ള മസാല തേച്ച് വെക്കണം. അതിന് വേണ്ടി ഞാനിതാ ചിക്കൻ ക്യൂബാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു പെട്ടിയിൽ 2 ഉണ്ടാവില്ല, 2 എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇതിൽ ഉപ്പുണ്ടാവും നമ്മളെ ക്യൂബിൽ. പിന്നെ ഇച്ചിരി കളർ കേട്ടോ, അത് നിർബന്ധമില്ല. അപ്പോൾ ചുവന്ന കളറ് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ക്യൂബ് നല്ല കൈയായിട്ട് പൊടിച്ചെടുത്തിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നല്ല കൈയായിട്ട് നല്ല മിക്സ് ചെയ്യട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് ഈ മന്തി. ഇങ്ങനെ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഒന്നും കൂടി കൈയായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഓരോ പീസ് കൊടുത്തിട്ട് നമുക്ക് മസാല പൊടിപ്പിച്ച് വെക്കട്ടോ. എരിവ് പിന്നെ നമുക്ക് കുരുമുളക് പൊടി നമുക്ക് എത്ര ചേർക്കട്ടോ. നമുക്ക് എരിവിന് കാര്യമായിട്ട് ഇതിൽ കുരുമുളക് പൊടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. മുളക് പൊടിയൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഈ പീസുകളൊക്കെ നല്ല മസാല തേച്ചിട്ട് 1 മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഫ്രിഡ്ജിലാണെങ്കിൽ അങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, പുറത്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ നല്ല മസാലയൊക്കെ എല്ലാം തേച്ചിടിപ്പിച്ചിട്ട് ഉപ്പൊക്കെ ഇപ്പോൾ നമുക്ക് കറക്റ്റാണോ നോക്കട്ടെ. കുറച്ച് ആദ്യം തന്നെ ഉപ്പിടുക കേട്ടോ. ആദ്യം തന്നെ അധികം ഉപ്പിടരുത്. ഈ ക്യൂബിൽ ഉപ്പുണ്ടാവും, അത് കാരണം. അപ്പോൾ ഞാൻ 6 ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത്. അതൊക്കെ ചിക്കനൊക്കെ നമുക്ക് 1 കിലോന് ഒക്കെ അരി എടുക്കുമ്പോൾ 1 കിലോനൊക്കെ എടുക്കാം കേട്ടോ. അതിലേറെ എടുത്ത് വെച്ചിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മളിഷ്ടം അതിൽ കുറഞ്ഞ അപ്പോൾ ടേസ്റ്റ് കുറയട്ടോ. അപ്പോൾ ഞാനങ്ങനെ അതൊക്കെ മസാലയൊക്കെ തേച്ച് പിന്നെ അവിടെ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കണം. അതിൻ്റെ ഇടയിൽ അതാ അരി വെള്ളത്തിലിട്ട്, അത് 1 കിലോ അരി ഇല്ല കേട്ടോ, 3 കപ്പ് അരിയാണ്. 1 മണിക്കൂർ അതും വെള്ളത്തിലിട്ടേക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഓൺ ചെയ്ത് പിന്നെ 3 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. പിന്നെ അതാട്ടോ. പിന്നെ നമുക്ക് പിന്നെ നമ്മൾ ചിക്കന് മസാല തേച്ച് വെച്ചാൽ അതന്നെ ആ പാൻ തന്നെ അതോടൊപ്പം തന്നെ ഉണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസിൻ്റെ ഉണ്ടല്ലോ ആ കാല് അത് ഇപ്പോൾ എല്ലാ ഗ്യാസും പുതിയതിനും സെപ്പറേറ്റ് വരുന്നുണ്ട്. ഇങ്ങനെ ഒരു കാലിട്ട് അപ്പോൾ നല്ല സുഖമാണ് വലിയ പാത്രമൊക്കെ വെക്കുമ്പോൾ. അപ്പോൾ അതൊന്ന് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് പിന്നെ ഞാൻ ഓയിലിൽ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി അധികമൊന്നും വേണ്ട. 1 ടേബിൾ സ്പൂണ് ഇഞ്ചി ചതച്ചതും 2 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചതും. അപ്പോൾ നമ്മൾ ചിക്കന് എത്ര നമ്മൾ എടുക്കുന്നതിനനുസരിച്ചാണ് കേട്ടോ മസാല എടുക്കേണ്ടത്, അരിനൊക്കെയായി. അപ്പോൾ അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാൻ 3 സവാള ഒന്നുകൊണ്ട് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു മീഡിയം സൈസ് 3 സവാള അതൊന്ന് ഇട്ടുകൊടുത്തൊന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ. ഒന്നുകൊണ്ട് വാടി വരട്ടെ. അതിൻ്റെ ഇടയിൽ നമുക്ക് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ആ ചോറിൻ്റെ വെള്ളത്തിലേക്ക് കുറച്ച് കുരുമുളകും ബേലീഫിൻ്റെ ഇലയും പട്ടയും കൂടി ഒരു കഷ്ണം പട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല തിളച്ചതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കണം. അതിൻ്റെ മുന്നേ ഇതിൽ ഒരു വലിയൊരു ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വലുതാണെങ്കിൽ 1 എടുക്കുക, മീഡിയം സൈസ് ആണെങ്കിൽ 2 എടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് കപ്സ മസാലയാണ് കേട്ടോ. അതൊരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇതാ ചിക്കൻ ക്യൂബ് ഒന്നും കൂടി ഇട്ട് കൊടുത്തിട്ടാ. ആദ്യം 2 നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ക്യാപ്സിക്കം ഇട്ട് കൊടുത്ത് പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് അതും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ഇടയിൽ അവിടെ വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇനി ക്യാപ്സിക്കത്തിൻ്റെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരുന്ന അതിൻ്റെ ഒരു 1/4 ഭാഗം അവിടെ ഉണ്ട് കേട്ടോ. അത് 3/4 ഭാഗം ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ. അതിലേക്കുള്ള പിഞ്ചിട്ട് കൊടുത്താൽ മതി, കാരണം ചിക്കനിൽ നമ്മൾ ഉപ്പൊക്കെ ഇട്ടതാണ്. അപ്പോൾ ഇതിലേക്കുള്ള ഉപ്പ് മതി. അപ്പോൾ അതൊന്ന് നല്ല വാടി വരട്ടെ. അതിൻ്റെ ഇടയിൽ ഇതാ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ബേലീഫിൻ്റെ ഇലയും 1 ടേബിൾ സ്പൂൺ കുരുമുളകും പിന്നെ ഒരു ചിക്കൻ ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ടാണ്. പിന്നെ ഒരു കഷ്ണം പട്ടയാണ് ഇട്ട് കൊടുത്തിരുന്നത്. ഉപ്പും
പിന്നെ തന്നെ അരി ഇട്ട് കൊടുക്കട്ടെ. പിന്നെ അരിയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഇതിലേക്ക് ഇനി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, കുറച്ച് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഒഴിച്ച് കൊടുത്തത്. പിന്നെ ക്യാപ്സിക്കം ഒന്നുകൊണ്ട് ചൂടായതിന് ശേഷം കേട്ടോ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവിടെ മസാല റെഡിയായി. അപ്പോൾ നമ്മൾ ചിക്കന് അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച ഇതിൽ കിടന്നിട്ട് ഒന്ന് ഇളക്കി കുറച്ച് നേരം ഒന്ന് ഫ്രൈ ആവട്ടെ കേട്ടോ. ഒന്ന് ഇളക്കി നല്ല ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു മീഡിയം തീയിലാക്കി വെച്ചിട്ട് ഇതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ ഉണങ്ങിയ നാരങ്ങ ഉണ്ടല്ലോ അതും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി അതൊന്ന് വേവിച്ചെടുക്കാം. അത് വെള്ളം ഞാൻ 7 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 കപ്പ് അരിക്ക് 7 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ബസുമതി അരിയാണ്, സെല്ലാൻ്റെ ആണ് കേട്ടോ. ആ ചുവന്ന കളറുള്ള അരിയാണ് കേട്ടോ, വെള്ളമല്ല. ചിലതിന് നല്ല വേവാണ്. അപ്പോൾ അങ്ങനെ ഇത് മസാലയൊക്കെ ഇവിടെ എന്താ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇവിടെ ചോറും റെഡിയായി. എല്ലാ ചെറുനാരങ്ങ ആണ്ട് എടുക്കാം കേട്ടോ, ഉണക്ക നാരങ്ങ. ഇനി നമുക്ക് ചോറ് ഇതിൻ്റെ മേലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ചോറൊക്കെ മേലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു ചെറുനാരങ്ങയുടെ നീര് അതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുക. ആ ചെറുനാരങ്ങയുടെ നീര് തന്നെ നമുക്ക് ഏത് കളറൊക്കെ വേണ്ടി വെച്ചാൽ അതിലാക്കി ഒഴിച്ച് കൊടുക്കട്ടെ. പിന്നെ നമ്മളെ മസാലയിൽ നിന്ന് കുറച്ച് ഓയിലെടുത്ത് വെച്ചിരുന്നു. മസാല ഉണ്ടാക്കിയാൽ എണ്ണ തെളിഞ്ഞ് അതിന് കുറച്ച് ഓയിലെടുത്തിട്ട് അതിൻ്റെ മേലെ അതും ഒഴിച്ച് കൊടുത്ത് പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റ് വേണ്ടത് കുറച്ചും കൂടി 1 ടീസ്പൂണ് നമ്മളെ മന്തി മസാല ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുകയാണ്. അതിട്ട് കൊടുത്ത് ഇനി നമുക്ക് കനൽ വെച്ച് കൊടുക്കണം. 3 4 പച്ചമുളക് ഇതുപോലെ വെച്ച് കൊടുക്കട്ടെ. പിന്നെ കുരുമുളക് പൊടി നമുക്ക് മസാലയിൽ എരിവ് നമ്മൾ ഇല്ലെങ്കിൽ ലേശം കൂടിയൊക്കെ ഇട്ട് കൊടുക്കട്ടെ. നമ്മൾ ചിക്കൻ മസാല പറയാൻ മറന്നാണ്. ആദ്യം എരിവ് കുറവ് മസാലയിൽ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടിയും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കട്ടെ. അങ്ങനെ അത് കനലൊക്കെ കൊടുന്ന് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കട്ടെ. നമുക്കതിൽ അതിൻ്റെ കനൽ പുകയാണല്ലോ ആവശ്യം. അപ്പോൾ അങ്ങനെ അത് മൂടി വെച്ച് എന്നിട്ട് അതിൻ്റെ ചെറിയൊരു ഹോൾസ് ഉണ്ട് കേട്ടോ, അതൊക്കെ അടച്ചു കൊടുത്തിട്ടാ. അങ്ങനെ പിന്നെ ചെറിയ തീയിൽ ഒരു 20 മിനിറ്റൊക്കെ ഇങ്ങനെ അടുപ്പത്ത് വെക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ. ആദ്യം ചോറ് കൊണ്ട് വിളമ്പി സെറ്റാക്കി വെക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ ചിക്കൻ നോക്കാം. പിന്നെ നമുക്ക് ചിക്കൻ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് പിന്നെ ഒന്നും കൂടി അതിന് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ആയിക്കണം. അതിൻ്റെ അടിയിൽ കിടന്നിട്ട് ഫ്രൈ ആയിക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നമ്മളെ അടിപൊളി മന്തി ഇവിടെ റെഡിയായി. എന്നാൽ ശരി, ബൈ, അസ്സലാമു അലൈക്കും.